Good afternoon, everyone. In this Statistics for Business എന്ന കോഴ്സിൻ്റെ അകത്ത് SA1 എക്സാമിന് വേണ്ടി നമ്മൾ ലാബിലാണ് ചെയ്യുന്നത്. സോ ആ ലാബിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ അകത്ത് കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ കൈ-സ്ക്വയർ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കവർ ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ആദ്യം ചോദ്യം നോക്കാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്കൊന്ന് ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ജാമൂവ് ചെയ്ത് ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. Test whether son's eye color and the father's eye color are associated with the help of the data given below. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫാദേഴ്സ് ഐ കളർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡ് ഇങ്ങനെയുണ്ട്. സൺസ് ഐ കളർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു സെക്ഷൻ ഇങ്ങനെയുണ്ട്. ഇതിൻ്റെയൊക്കെ താഴെ നമുക്ക് വാല്യൂ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ലൈറ്റ് ഐസുള്ള അപ്പന്മാരും ലൈറ്റ് കളറുള്ള ഐസുള്ള അപ്പന്മാരും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നോട്ട് ലൈറ്റ് ഐ കളറുള്ള മക്കളും ലൈറ്റ് കളർ ഐസുള്ള മക്കളും ഉണ്ട് ഇവിടെ. നമ്മുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ കളറും അച്ഛൻ്റെ ഐ കളറും മകൻ്റെ ഐ കളറും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ജാമോവിൽ ചെയ്യാൻ പോകുന്ന ടെസ്റ്റിൻ്റെ പേരാണ് കൈ-സ്ക്വയർ ടെസ്റ്റ്. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഈ ഡേറ്റ എങ്ങനെയാണ് നിങ്ങൾ ലാപ്പിലോട്ട് പോർട്ട് ചെയ്യണം നമ്മൾ അടുത്ത് നോക്കാണെന്ന് തോന്നുന്നു. സോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഞാനൊരു പുതിയ ഷീറ്റിൽ ബുക്ക് കാണിച്ചത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ 3 കോളം വേണം നമ്മൾ മനസ്സിലാക്കും. അച്ഛൻ്റെ ഐക്കളർ കാണിക്കാൻ വേണ്ടി പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എഴുതുന്നുണ്ടോ അവർ അവിടെ ടാപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ ഡാൻസ് ഐക്കളർ അല്ലെ അവിടെ എന്താണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ടത് ഓപ്ഷൻ. നിങ്ങളുടെ ഡാൻസ് ഐക്കളർ കൊടുത്തു. ഇനി അടുത്ത കോളം അവിടെ ടാപ്പ് ചെയ്യുക. പോവുക സൺസ് ഐക്കളർ. ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടെക്സ്റ്റ് വരുന്നിടത്ത് നമ്മൾ കൊടുക്കുന്ന മെഷർ ടൈപ്പ് നിങ്ങളുടെ ശ്രദ്ധിക്കുന്ന നോവൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ എടുക്കുകയും നോവലിൽ നിന്ന് തന്നെയായിരിക്കും കിടക്കുന്നത്. അവിടെ നിങ്ങൾ ടെക്സ്റ്റ് അതായത് അക്ഷരങ്ങൾ എഴുതുന്നിടത്ത് അതിൻ്റെ ആവശ്യമില്ല. അതേസമയം നമ്പർ എഴുതുന്നിടത്ത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ അടുത്ത കോളം വരാൻ പോകുന്നതെന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമ്മളുടെ ഫ്രീക്വൻസി കൊടുക്കുക. ഇവിടെ മെഷർ ടൈപ്പ് കൊടുക്കുക. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ നോവൽ നടക്കുന്നത് എന്താക്കണം, കണ്ടിന്യൂസ് ആക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ-സ്ക്വയർ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മളുടെ മാനുവലി എന്നാ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ അത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കും. നമുക്കടുത്ത് അതിലേക്ക് 2 വേരിയബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2 സംഭവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നോട്ട് ലൈറ്റും ലൈറ്റും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേ ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് നോട്ട് ലൈറ്റ് കൊടുക്കണം. നിങ്ങൾ അങ്ങനെ ഫസ്റ്റ് കോളത്തിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അടുത്ത കോളത്തിൽ നോട്ട് ലൈറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോഴത്തേക്കും തന്നിരിക്കുന്ന വാല്യൂ എ ബി എന്നുള്ള ഫോർമാറ്റിൽ എഴുതണം. എന്നിട്ട് മറ്റേ കോളത്തിൽ എന്ത് ചെയ്യണം, എ ബി എന്നുള്ള ഫോർമാറ്റിൽ. നമ്മൾ ക്വസ്റ്റ്യൻ വീണ്ടും ശ്രദ്ധിക്കണമെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ഫ്രീക്വൻസി കോളത്തിൽ വാല്യൂ എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്ക്രീനിൽ നോക്കിയിരിക്കും. ഇവിടെ നോട്ട് ലൈറ്റ് അപ്പമാർക്കും എത്ര നോട്ട് ലൈറ്റ് കണ്ണുള്ള ആൺമക്കൾ പറഞ്ഞതാണ് ഇവിടെ നമ്മൾ ഈ ഫ്രീക്വൻസി വെച്ച് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇത് നോക്കിയേ, അപ്പൻ്റെ സൈഡിൽ നിന്ന് നോട്ട് ലൈറ്റ്, മകൻ്റെ സൈഡിൽ നിന്ന് നോട്ട് ലൈറ്റ്, അതിൻ്റെ തൊട്ട് താഴത്തെ വാല്യൂ അതായത് 230 ആ വാല്യൂ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത സൈഡിലോട്ട് പോണ ലൈറ്റ് കളറുള്ള അപ്പന്മാർക്ക് എത്ര നോട്ട് ലൈറ്റ് കളറുള്ള ആൺമക്കളുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ എത്രയാണ്, 151. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതേ കറസ്പോണ്ടൻസിന് ഇവിടെ 151 ഉണ്ട്. അപ്പോൾ ആ വാല്യൂ നമ്മൾ തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൈ-സ്ക്വയർ ടെസ്റ്റിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്ന പാടെ ക്വസ്റ്റ്യൻ ഈ സിസ്റ്റത്തിലോട്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഫുൾ മാർക്ക് ഓൾമോസ്റ്റ് ക്യാരി ചെയ്യണം. നമ്മളപ്പോൾ ഡേറ്റ ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഡേറ്റ ടാബിലാണ് അടുത്തിലോട്ട് പോവുക, അനാലിസിസിലോട്ടേക്ക് പോവുക. എന്നിട്ട് നമ്മൾ ഫ്രീക്വൻസിയിലോട്ടേക്ക് പോവുക. ഫ്രീക്വൻസീസിലോട്ട് പോകുന്നതിന് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ പുറത്ത് വെക്കണമെന്നതിന് ഒരു X² എന്നൊരു സാധനം, ടെസ്റ്റ് ഓഫ് അസോസിയേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ ബുക്കുകളും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്, കൗണ്ട്സ് ഉണ്ട്. ഒരു മോസ്റ്റ് കേസസിൽ നിങ്ങൾ ഈ ആദ്യം കിടക്കുന്ന സാധനം റോസിലും രണ്ടാമത് കിടക്കുന്നത് കോളത്തിലും ഈ ഇതുണ്ടോ കണ്ടിന്യൂസ് ഉണ്ട് റൂളറിൻ്റെ ഈ സ്കെയിലിൻ്റെ സംഭവം നിങ്ങൾ ആ കോളം എന്താണെന്ന് ഉണ്ടാക്കണം. ഇവിടെ പോയിട്ട് കണ്ടിന്യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കൈ-സ്ക്വയർ ടെസ്റ്റ് ചെയ്യാൻ കണ്ടിന്യൂസ് ആണ്.
ഇതുകൊണ്ട് നമ്മുടെ കൈസ്ക്വയർ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നത് നമുക്കിവിടെ എന്താണ് ഈ ഫാർമുല കൈ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ സംഭവം. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യുന്നുണ്ട്, അതോടെ എഴുതി വെക്കുക. ഈ ലാബിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്സർവേഷൻ നോട്ട് ചെയ്ത് വെക്കുക, പാർട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാബിൽ നമുക്ക് ഒന്ന് മിസ് ഒന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ എഴുതാൻ എന്താണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായത്. ഇവിടെ ഈ വാല്യൂ ഉണ്ടോ ലെസ് ദാൻ 0.001. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.05-നെക്കാട്ടിലും വാല്യൂ വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സാധനങ്ങൾ തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻറ്റ് വാല്യൂസ് ആണ്, ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളിന് ഇതൊരു 0.07 ആണ് വെച്ചത്. അതിൻ്റെ അർത്ഥം അപ്പൻ്റെ ഐക്കളറും മകൻ്റെ ഐക്കളറും തമ്മിൽ ബന്ധമില്ല. അതേസമയം 0.05-നെക്കാട്ടിലും താഴ്ന്ന വാല്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വേരിയബിൾസ് രണ്ട് ഫാക്ടേഴ്സ് എന്താണെന്ന് ഡിപ്പെൻഡൻ്റ് ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ തരുക എന്താണ് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ഒബ്സർവേഷൻ. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ കേസ് എടുക്കുന്നത് യെസ് the dad's eye color and son's eye color are both dependent on each other, and why ഇത് ചോദിച്ചു കഴിഞ്ഞാൽ because the p value is less than 0.05 എന്ന് എഴുതിയില്ല. നിങ്ങളുടെ കൈസ്ക്വയർ ക്വസ്റ്റ്യൻ ഫുൾ മാർക്ക് കിട്ടുന്നത്. സോ ഇതുകൊണ്ട് നമ്മൾ ജാമയിൽ കൈസ്ക്വയർ ടെസ്റ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു പഠിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ 1 tail ടെസ്റ്റ് 2 tail ടെസ്റ്റ് വേണ്ടി ചെയ്യുന്നത് കാണുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. വിൽ സീ യു ടുമോറോ.